ഹായ് ഹലോ. സാന്ത്വനം സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡോട് കൂടി നമ്മൾ അനുവിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് പുറത്തു വരാൻ പോകുന്നത് ദേവിയുടെയും അതുപോലെ തന്നെ ഉദയഭാനുവിന്റെയും ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ. അതെന്തായാലും അധികകാലം നീണ്ടു നിൽക്കാനൊന്നും പോവില്ല. എന്തായാലും ഉടനെ തന്നെ ആ കാര്യങ്ങളൊക്കെ വെളിച്ചത്താവും. എന്തായാലും അതിന്റെ മുൻപ് വേറൊരു കാര്യം കൂടി നടക്കാൻ പോകുന്നുണ്ട്. ഈ അനുവിന്റെ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വഷളാക്കിയത് അനുവിന്റെ ഫ്യൂച്ചർ തന്നെ നശിപ്പിച്ചതുമായിട്ടുള്ള സുകന്യ എന്ന കള്ളനുണ്ടല്ലോ, അവരെ പിടിക്കുന്ന രംഗങ്ങളായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ദേവിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അനു കാര്യങ്ങളൊക്കെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊന്നും ആരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. അലോകിനോടുള്ള ദേഷ്യം കൊണ്ടാണ് അനു ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതായിരിക്കും എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. പിന്നെ അലോകും കൂടി സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ സംഭവം എല്ലാവർക്കും വിശ്വാസമാകും. അങ്ങനെ സംഭവം അറിഞ്ഞ ഉടനെ അനുവിനെ ഇന്ദിരാമ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ അനു ഇങ്ങോട്ട് വന്നതിൽ ഇന്ദിരാമയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പക്ഷേ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ ഈ അമ്മയ്ക്ക് വലിയ വിഷമം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ വേഗം അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ അനുവിന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് കൃഷ്ണമംഗലത്തും ദേവമംഗലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കൃഷ്ണമംഗലത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. രാജശ്രീ ആണെങ്കിൽ ആണോടി നീ എന്റെ മകനോട് പ്രതികാരം ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ അനു അനുഭവിച്ചതും അതുപോലെ തന്നെയാണല്ലോ. അലോകിന്റെ ഭാഗത്തും തെറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഇന്ദിരാമ്മ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. ഇത്രയും ദിവസം ഇവര് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ച സ്ഥിതിക്ക് ഇനി അത് അങ്ങോട്ട് സത്യമാക്കുന്നതല്ലേ നല്ലത്. രണ്ടുപേരെയും ആയിട്ട് കല്യാണം കഴിച്ചാൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് പറയുന്നുണ്ട്. അത് അനന്തനും നന്ദിതയ്ക്കൊക്കെ അതിൽ എതിരഭിപ്രായം ഒന്നുമില്ല. അങ്ങനെ ഇവര് കല്യാണം നടത്താന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അനുവിന്റെ അഭിപ്രായം അനു ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതേ സമയം ദേവമംഗലത്ത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഗോമതിയാണെങ്കിൽ എനിക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മീനുവും ഇത്രയും പറയുന്നുണ്ട്, ഇതാണമ്മേ സത്യം, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു, അനു ഞങ്ങളുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ സത്യം വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ബാലനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ബാലൻ അവസാനം ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അനുശ്രീ സ്വന്തം ഇഷ്ടപ്രകാരം അലോകിന്റെ കൂടെ ഇറങ്ങിപ്പോയതാണെന്ന് വെച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ തന്നെ അനുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ഇതേ ഒരു അഭിപ്രായം തന്നെയായിരുന്നു ആനന്ദിനും ആകാശിനും ആര്യനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അച്ഛനോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കണ്ട എന്ന് ഗോമതി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ അച്ഛനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ ബാലൻ പോയിട്ട് അനുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതോട് കൂടിയിട്ട് അനുവും അലോകും തമ്മിലുള്ള ബന്ധമൊക്കെ അവസാനിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അനുവിന്റെ അടുത്ത് നിന്ന് തന്നെ സത്യങ്ങളൊക്കെ നേരിട്ടറിയാൻ വേണ്ടിയിട്ട് ബാലൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അനുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ നിനക്ക് അന്ന് തന്നെ സത്യങ്ങളൊക്കെ ഞങ്ങളോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ, എനിക്ക് അന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. പിന്നെ അച്ഛൻ നാട്ടുകാരുടെ മുന്നിൽ നമ്മളെല്ലാവരും നാണം കെടുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കല്യാണം മുടങ്ങുന്നതിൽ എനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ലായിരുന്നു അച്ഛാ. പക്ഷെ അച്ഛനും വീട്ടുകാരെല്ലാവരും കൂടെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കെടുമ്പോൾ അത് അച്ഛന് സഹിക്കില്ലല്ലോ. പിന്നെ എൻ്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് വിഷമാവില്ലേ? അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛന്റെ കാല് പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അനു. പിന്നെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി അലോകിനോട് എനിക്ക് പ്രതികാരം തീർക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവന്റെ വീട്ടിൽ ഭാര്യയായിട്ട് പോയതും പിന്നെ ഭാര്യയായിട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രതികാരം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് കൈ കിട്ടിയ താലി എടുത്ത് ഞാൻ കഴുത്തിലണിഞ്ഞ് ഭാര്യയാണെന്നും പറഞ്ഞു നിന്നത്. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം അച്ഛാന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, പോട്ടെ മോളെ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയെങ്കിലും എൻ്റെ മോള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വന്നല്ലോ. അതുകൊണ്ട് എൻ്റെ മോൾ ഇനി പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് സംശയാസ്പദമായിട്ട് ഗോമതി ചോദിക്കുന്നുണ്ട്, അന്ന് കല്യാണത്തലേന്ന് ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ചിട്ട് നീ എങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി? ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് നീ പോയതൊന്നും നീ ഇവിടെ ഇല്ലാത്തൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് മീനു പറയുന്നുണ്ട്, ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് കല്യാണത്തലേന്ന് ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അതായത് സഹായിക്കാൻ ഒരാളുണ്ടായിരിക്കും. എന്തായാലും നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ സഹായിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ മീനു ഇങ്ങനെ ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മളെ അനുവും പറയുന്നുണ്ട്, അതേ അമ്മേനെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, ആര് നിന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് സഹായിച്ചത് ആരെന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല അമ്മേ, സുകന്യ ചേച്ചിയില്ലേ, അവരാണ് എന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. മാത്രമല്ല എന്നെ സഹായിച്ചതും അവർ തന്നെയാണ്. നീ അലോകിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കുടുംബങ്ങളും ഒന്നാവും. അത് നീ മിത്ര ചേച്ചിയോടും മറ്റെല്ലാവരോടും ചെയ്യുന്ന നല്ല കാര്യമാണ്. അലോകുമായിട്ടുള്ള നിന്റെ വിവാഹം കഴിഞ്ഞാൽ ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരും. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചത് സുകന്യ ചേച്ചിയാണ്. അതൊക്കെ ഞാൻ വിശ്വസിച്ചു അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നവൻ അമ്മയെ കൊല്ലാൻ നോക്കിയോ, അന്ന് മുതൽ ഞാൻ അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതാണ്. പക്ഷെ അവനല്ല കൊന്നത് എന്ന് പറഞ്ഞ് എന്നെ
വിശ്വസിപ്പിച്ചതും സുകന്യ ചേച്ചി തന്നെയാണ്. അലോക് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അലോക് അല്ല കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഞാൻ വിശ്വസിച്ചു. മാത്രമല്ല തലേ ദിവസം ഒരുപാട് ഫോട്ടോസ് ഒക്കെ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അച്ഛനോടും ചേട്ടന്മാരോടും സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അപ്പോഴും സുകന്യ ചേച്ചി എന്നോട് അലോകിനോട് പോയി മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്നെ കൊണ്ട് മാപ്പും പറയിപ്പിച്ച് ഇവിടുന്ന് നിനക്ക് മാപ്പ് പറയുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞിട്ട് എന്നോട് ഇവിടുന്ന് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയതൊക്കെ സുകന്യ ചേച്ചിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ബാലനും ഗോമതിയും ദേഷ്യം വന്നിട്ട് വിറച്ച് നിൽക്കുകയാണ്. അവരാണ് അമ്മ അനുവിന്റെ ജീവിതം നശിപ്പിച്ചത്, ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മീനുവും മിത്രയും ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മളെ ഗോമതി കൃഷ്ണമംഗലത്ത് പോയിട്ട് എടി സുകന്യ ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണമംഗലത്തുള്ളവരും സുകന്യൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഗോമതി ചോദിക്കുന്നുണ്ട്, ഞാനും എൻ്റെ മക്കളും നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത്, മോളെ പോലെയല്ലേ നിന്നെ നോക്കിയത്, എന്നിട്ട് നീ ഇങ്ങനെയാണോ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഗോമതി ഇങ്ങനെ സുകന്യയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണമംഗലത്തുള്ളവരും സുകന്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ധർമ്മൻ സുകന്യയെ അടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ബഹളമൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്ദിരാമ്മ പറയുന്നുണ്ട്, അതൊന്നും മാത്രമല്ല ധർമ്മ, ഇവളുടെ വേറൊരു വിവാഹം കൂടി കഴിഞ്ഞതാണ്, ഇവളും രാജശ്രീയും കൂടി നമ്മളിൽ നിന്ന് അത് മറച്ചു വെക്കുകയായിരുന്നു, അതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് നീയുമായിട്ടുള്ള വിവാഹമൊക്കെ നടത്തിയത്. ഇതും കൂടി കേൾക്കുന്നതോടുകൂടി എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം സുകന്യ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. നേരത്തെ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നത് സത്യമാണ്, പക്ഷെ ഞാൻ അയാളുടെ കൂടെ അധിക കാലമൊന്നും ജീവിച്ചിട്ടില്ല. എനിക്ക് അവിടെ ഭയങ്കര ടോർച്ചറിങ്ങും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ചൂഷണങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടി അതേ കുരുക്കിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പക്ഷേ ഈ സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ധർമ്മേട്ടനെ വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം ധർമ്മേട്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലിലൊക്കെ വീഴുന്നുണ്ട് നമ്മളെ സുകന്യ. ധർമ്മൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരോടും ഇനി ചിലപ്പോൾ സുകന്യയോട് ക്ഷമിക്കുമായിരിക്കും. കാരണം അവൾ കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ആ ഒരു ട്രോമയാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ദുഷ്ടത്തരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അവളോട് ക്ഷമിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ആനന്ദ് കടയിൽ വെച്ച ക്യാമറയിൽ ഉദയഭാനു വന്നിട്ട് പണം മോഷ്ടിക്കുന്നതൊക്കെ കാണുന്നു. ആ ക്യാമറയിൽ കാണുന്നുണ്ട്. ആ വീഡിയോ ഫോണിൽ കണ്ടതിന് ശേഷം ആനന്ദ് ദേവിയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. ദേവി അത് കണ്ട് ഞെട്ടുന്നുണ്ട്. എന്താ ഇതൊക്കെ എന്ന് ചോദിച്ച് ആനന്ദൻ ദേവിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ദേവി പറയുന്നുണ്ട്, അച്ഛൻ പണം എടുത്തിട്ടുണ്ടായിരിക്കുക, പക്ഷെ അതൊന്നും എൻ്റെ അറിവോട് കൂടിയിട്ടല്ല ആനന്ദേട്ട, അവർ ചെയ്ത തെറ്റിനെ എന്നെ പഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലയിൽ വീഴുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് നമ്മളെ ആനന്ദ് വിശ്വസിക്കുന്നില്ല. എന്തായാലും ഇനി അവസാനം ദേവി ഒരുപാട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും അവസാനം ദേവിയെ തന്നെ നിരപരാധി എന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ദേവി അത്ര നല്ലതൊന്നും അല്ല, കാരണം മനഃപൂർവ്വം ഒരുപാട് തെറ്റുകൾ ദേവിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദേവിയുടെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ദേവിയെ നിരപരാധി എന്ന നിലയിലേക്കായിരിക്കും കഥ കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ സത്യങ്ങൾ എന്തായാലും എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഗോമതിയെയും ബാലനെയും മിത്രയെയും എല്ലാവരും ഈ സത്യങ്ങൾ അറിയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. എന്തായാലും ഇനി കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.